നമസ്കാരം. അങ്ങനെ നമ്മുടെ കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. കാരണം അവർ പെരും കുറ്റവാളിയായ ടി ജി മോഹൻദാസിനെ 71 വയസ്സുള്ള ടി ജി മോഹൻദാസിനെ കഠിന പ്രയത്നം ചെയ്ത് അതിസമർത്ഥമായി കീഴടക്കി അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി അദ്ദേഹത്തിന് ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു. ടി ജിയുമായി ബന്ധപ്പെട്ട എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ടി ജിയുടെ പ്രായവും പക്വതയും വിവരവും സ്റ്റാറ്റസും ജനപ്രീതിയും ഒക്കെ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അപക്വമായിരുന്നു, തെറ്റായ ഒന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും കുറ്റങ്ങളായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്ത കേസുകളൊന്നും നിലനിൽക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. കൂടാതെ ഈ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഒന്ന് പ്രീണിപ്പിക്കുക, ടി ജിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ആരെയൊക്കെയോ പ്രീണിപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുക. ഇതുമാത്രമായിരുന്നു ഈ പോലീസിൻ്റെ ലക്ഷ്യം. അല്ലാതെ ടി ജിയെ ഭാവിയിൽ കോടതി ശിക്ഷിക്കും എന്നുള്ള ഒരു ധാരണയിലല്ല അവർ അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തതും അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും ഒന്നും തന്നെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇന്നലത്തെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. അതായത് 3 ദിവസം ടി ജി മോഹൻദാസ് തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കണം. 5 മണി വരെ എല്ലാ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അതിനുശേഷം അടുത്ത 3 മാസത്തേക്ക്, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഈ 2 ആൾട്ടർനേറ്റ് തിങ്കളാഴ്ചയും അദ്ദേഹം തിരുവനന്തപുരത്ത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാകണം. അപ്പോൾ എറണാകുളത്ത് നിന്നും അദ്ദേഹം 2 ആഴ്ചയിൽ ഒരിക്കൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഇനി ഈ കേസ് അവസാനിക്കുന്നത് വരെ, കേസ് പോസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവധിയൊക്കെ എടുക്കാം, എങ്കിലും അദ്ദേഹത്തിന് തിരുവനന്തപുരം കോടതിയിൽ വരേണ്ടതായി വരും. അവിടെ വന്നിട്ട് മറ്റുള്ള ക്രിമിനൽസൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് കൂട്ടിൽ കയറി നിൽക്കേണ്ടിയും വരും. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 71 വയസ്സുള്ള രോഗിയായ ഒരു വൃദ്ധന് അത് ആസ്വദിക്കാൻ കഴിയും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചുറ്റും ശത്രുക്കൾ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ഉള്ള ഒരു പോലീസിന് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും തന്നെ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ജാമ്യ ഹർജിയിലെ ഉത്തരവ് ഒരു ഫോർഗോൺ കൺക്ലൂഷനായിരുന്നു. അദ്ദേഹത്തിന് 100% ജാമ്യം കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇന്നലെ രാവിലെ വേണുഗോപാൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ഇതിലെന്ത് സംഭവിക്കും എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 100% ജാമ്യം കിട്ടും. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയും ചെയ്തു. ആ സുഹൃത്ത് വീണ്ടും പറഞ്ഞതുപോലെ തന്നെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജും എനിക്ക് അയച്ചിരുന്നു. രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അവ ലംഘിക്കപ്പെടും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് യഥാസമയം നമ്മുടെ കോടതികളിൽ നിന്നും നീതി ലഭിക്കാത്തത്? ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനേഡ് എന്നാണ് പറയാറ്. അതിനുള്ള ഏക കാരണം ഈ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന വളരെ വളരെ വലിയ സംഖ്യയിലുള്ള കേസുകളാണ്. അതിനുള്ള യഥാർത്ഥ കാരണക്കാർ ആരാണ്? അത് നമ്മുടെ സർക്കാരും സർക്കാരിൻ്റെ തന്നെ ഭാഗമായ പോലീസും ആണ്. സർക്കാർ അവരുടെ നിലയിൽ ഈ ജനങ്ങളുടെ നീതി നിഷേധിക്കും. അവർ ഓടി നേരെ ഹൈക്കോടതിയിൽ പോവും, റിട്ട് ഫയൽ ചെയ്യും. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കേസുകൾ ഈ പോലീസ് എടുക്കും. ആൾക്കാർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് അവരെ കൊണ്ട് കോടതിയിൽ കൊടുക്കും. എന്തായാലും നമുക്കറിയാം, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്രമാത്രം ക്രിമിനൽ കേസുകളാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ജഡ്ജിക്ക് എങ്ങനെയാണ് ഒരു ദിവസം 24 മണിക്കൂറേ എല്ലാവർക്കും ഉള്ളൂ? അവർക്ക് യഥാസമയം ആ കേസുകൾ പരിഗണിക്കാനോ വിധി പറയാനോ ഒന്നും തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന 70% കേസുകളിലും പ്രതിഭാഗത്ത് നിൽക്കുന്നത് സർക്കാരാണ്. അത്തരത്തിൽ കേരള പോലീസ് എടുത്ത ഒരു കള്ളക്കേസാണ് ഇപ്പോൾ ടി ജി മോഹൻദാസിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ തത്വത്തിൽ ആ കേസ് ഇന്നലെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും നാം ആ കേസിനെ കുറിച്ചിട്ട് കേൾക്കാനേ പോകുന്നില്ല. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ടി ജി മോഹൻദാസിൻ്റെ ആയുഷ്കാലത്ത് ആ കേസിൽ വിധി വരാനും പോകുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ടി ജി മോഹൻദാസ് ബുദ്ധിപൂർവ്വം ഈ കേരള പോലീസിനെ കെണിയിൽ കൊടുക്കുകയായിരുന്നു. കേരള പോലീസ് അറിയാതെ ആ കെണിയിൽ പോയി ചാടുകയും ചെയ്തു. നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ നിയമപരമായി ടി ജി മോഹൻദാസ് ചെയ്ത കാര്യങ്ങളാണ്.
അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യത്തിന് പോയതേയില്ല. രണ്ടാമതായിട്ട് അദ്ദേഹം ഒളിച്ചോടിയില്ല. അദ്ദേഹം തൻ്റെ ഡെയിലി റൂട്ടീനുമായിട്ട് മുന്നോട്ട് പോയി. വീഡിയോകൾ എടുത്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, ആരെയും ഭയക്കാതെ വീട്ടിൽ ഇരുന്നു. സാധാരണ നാം കാണുന്നത് എന്താണ്? ഇങ്ങനെ ഒരുപക്ഷെ അറസ്റ്റ് നടന്നേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിനോടുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ആശുപത്രിയിൽ പോകുന്നു. അങ്ങനത്തെയുള്ള ഒരു അഭ്യാസവും ഈ TG മോഹൻദാസ് ചെയ്തതേ ഇല്ല. വൈ? ബിക്കോസ് എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമിനൽ നിയമങ്ങൾ TGക്ക് അറിയാം. അദ്ദേഹം ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പിന്നാലെ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. TG മോഹൻദാസിനെതിരെ കേരള പോലീസ് കേസ് ചാർജ് ചെയ്തു എങ്കിലും നിയമപരമായി, നിയമപരമായിട്ട് കേരള പോലീസിന് ഒരു കാരണവശാലും TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനേ സാധിക്കുമായിരുന്നില്ല. കാരണം ഒന്നാമതായി അദ്ദേഹത്തിനെതിരെ ചാർത്തിയ വകുപ്പുകളെല്ലാം തന്നെ 7 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന കേസുകൾ ആയിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം 60 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് നിയമപരമായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നാം ഓർക്കുക, ഒരാളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരി, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത്. അഥവാ ഏതെങ്കിലും കേസിൽ ഒരു പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് തന്നെ കരുതുക. അതിനർത്ഥം അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയക്കണം എന്നാണ് ഈ മുൻകൂർ ജാമ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളും TGയുടെ കേസിൽ കേരള പോലീസ് അവയിൽ ഏതൊക്കെയാണ് ലംഘിച്ചതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ആര് എപ്പോൾ എവിടെ വച്ച് എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാൽ മാത്രം മതി, ഞാൻ ഇന്ന് ജയിലിൽ പോകും. അതാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥിതി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ചും 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. 2014 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അർണേഷ് കുമാർ വേഴ്സസ് ബീഹാർ എന്നുള്ള കേസിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ, അതായത് ശിക്ഷയുടെ കാലാവധി 7 വർഷത്തിൽ കുറവായിട്ടുള്ള കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനോ വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. അതിപ്പോഴും ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റായി തന്നെ തുടരുകയും ചെയ്യുന്നു. BNSSൻ്റെ സെക്ഷൻ 35(1)ലും 35(3)ലുമാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത്. 35(1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് നേരത്തെ പറഞ്ഞതുപോലെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. എന്നാൽ 35(3)ൽ പറയുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ആണ്. അതിലാദ്യമായിട്ട് പറയുന്നത്, ഇത്തരത്തിൽ 7 വർഷത്തിന് കുറവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിക്ക് 100% ഒരു നോട്ടീസ് അയച്ചിരിക്കണം. ഇതിനകത്ത് ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ വന്നിരുന്നു. അതായത് ഈ വാട്സപ്പ് മെസ്സേജൊക്കെ അയച്ചാലും മതി, അല്ലെങ്കിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അയച്ചാലും മതി എന്നൊക്കെ. എന്നാൽ അതിൽ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പറഞ്ഞു, നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞ പ്രകാരമുള്ള 35(3)ൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അച്ചിട്ട് പാലിച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ചു. ആ നോട്ടീസിൽ പറയേണ്ടത് നിങ്ങൾ ഇന്ന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ഹാജരാകണം എന്നാണ്. നമുക്കറിയാം നേരത്തെ ബോച്ചയെ അറസ്റ്റ് ചെയ്ത രീതി. അവിടെയും നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നില്ല. പോലീസിൻ്റെ ഏക ലക്ഷ്യം ഈ ബോച്ചയെ ജയിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹത്തെ ജയിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു എന്ന് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്നും ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടന്നുവെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെ ന്യായമായ ഒരു സംശയം ഉണ്ടായാൽ പ്രതിക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തണം. ആ നോട്ടീസിൽ പറയുന്ന നിബന്ധനകൾ പാലിക്കാൻ ഈ പ്രതി ബാധ്യസ്ഥനാണ്. അത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ നോട്ടീസിൽ പറയുന്നത് അനുസരിച്ചിട്ട് ഈ പ്രതി ഈ പറയുന്ന സ്ഥലത്ത് ഹാജരാവുകയും തുടർന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനേ സാധ്യമല്ല. അതിനും വിരുദ്ധമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തേ തീരൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം, ഇന്ന കാരണം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്നുള്ള കാരണം
റെക്കോർഡിൽ രേഖാമൂലം രേഖപ്പെടുത്തണം. ഇനി ഏതെങ്കിലും ഒരു പ്രതി നോട്ടീസ് കിട്ടിയതിന് ശേഷവും ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അദ്ദേഹം ഹാജരാകുന്നില്ല എന്ന് വിചാരിക്കുക എങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചതിന് ശേഷം കോടതിയുടെ ഉത്തരവ് വാങ്ങിയതിന് ശേഷം മാത്രം ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. അതായത് 7 വർഷം അതിൽ കുറവ് ശിക്ഷ ഉള്ള കേസുകളിൽ ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വമേധയാ അല്ലെങ്കിൽ തന്നിഷ്ടത്തിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ എപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? അതായത് ഇയാളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അയാൾ അതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കും. 2, അയാളെ അറസ്റ്റ് ചെയ്യാതെ കേസ് നേരായ രീതിയിൽ അന്വേഷിക്കാൻ കഴിയില്ല. അയാളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അയാൾ തെളിവുകൾ നശിപ്പിക്കുകയും രേഖകളിൽ കൃത്രിമം നടത്തുകയും ചെയ്യും. അയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ സാക്ഷികളെ സ്വാധീനിക്കും. അയാളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അയാളെ കോടതിയിൽ ആവശ്യമുള്ള സമയങ്ങളിൽ ഈ വിചാരണ സമയത്ത് അയാൾ ഹാജരാകില്ല. അയാൾ അബ്സ്കോണ്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത് ഈ വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ ആയിരിക്കണം. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ അറസ്റ്റ് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതായത്, എന്തിനാണ് അറസ്റ്റ് അത്യാവശ്യമാണോ? അറസ്റ്റ് ചെയ്താൽ എന്ത് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും? അറസ്റ്റിലൂടെ എന്ത് കാര്യം നിറവേറ്റാൻ സാധിക്കും? അപ്പോൾ ഈ വക കാര്യങ്ങൾ സ്വയം ചോദിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ. അങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കാര്യം രേഖാമൂലം ഈ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി ഒരു നോട്ടീസ് നൽകിയതിന് ശേഷം പ്രതി രംഗത്ത് വരുന്നില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അറസ്റ്റിന് കാരണമായ ഒരു ഗ്രൗണ്ടാണ്. മേൽപ്പറഞ്ഞ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് TG മോഹൻദാസിൻ്റെ കേസിലേക്ക് വരാം. ജൂലൈ മാസം 23, 24 തീയതികളിലാണെന്ന് തോന്നുന്നു TG മോഹൻദാസ് ഈ കേസിന് ആസ്പദമായ വീഡിയോകൾ ചെയ്തത്. അതിനുശേഷം തത്വത്തിൽ ഈ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ TGക്ക് നോട്ടീസ് അയക്കുന്നില്ല. TG നേരത്തെ പറഞ്ഞതുപോലെ ഒരിടത്തും ഒളിച്ചോടാതെ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ നോട്ടീസ് വരും എന്ന് പറഞ്ഞിട്ട്. ഇനി അഥവാ നോട്ടീസ് വന്നില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ സന്തോഷിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കേസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം കരുതിയ രീതിക്ക് തന്നെയാണ് ഈ പോലീസുകാർ പ്രവർത്തിച്ചത്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ TG മോഹൻദാസ് വച്ച കെണിയിൽ ഈ പോലീസ് വന്ന് കയറുകയായിരുന്നു. പോലീസ് എത്തിയതിന് ശേഷം ഏകദേശം 2.5 മണിക്കൂറോളം അവിടെ സെർച്ച് ചെയ്തു. TG മോഹൻദാസിൻ്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു, മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. നാം ആലോചിക്കേണ്ടത് ഈ കേസിന് ആസ്പദമായ കാര്യം 2-3 വീഡിയോകൾ മാത്രമാണ്. അതിപ്പോഴും യൂട്യൂബിൽ ഉണ്ടും താനും. അത് ഇനി ആരും നശിപ്പിക്കാനോ കൃത്രിമം നടത്താനോ ഒന്നും തന്നെ പോകുന്നും ഇല്ല. ഈ കേസിൽ സാക്ഷികളാരാണ്? ആ വീഡിയോ കണ്ട എല്ലാവരും സാക്ഷികളാണെന്നേ. അപ്പോൾ TG മോഹൻദാസിന് ഈ സാക്ഷികളെ സ്വാധീനിക്കാനും കഴിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും മൊബൈലും എല്ലാം ഈ പോലീസുകാർ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ഏകദേശം 8-8:30 മണി ആയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട്, അദ്ദേഹത്തിന് അടുത്ത കാലത്തോ മറ്റെന്തോ ഓപ്പറേഷൻ കഴിഞ്ഞൊന്നും അറിയുന്നു, അറസ്റ്റ് ചെയ്ത് രാഖി രാമാനം എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. രാവിലെ 1:20 മറ്റോ ആണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. TG മോഹൻദാസ് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും തന്നെ ഒളിച്ചോടുകയും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഈ TG മോഹൻദാസിനെ ഈ നോട്ടീസ് കൊടുക്കാതെ ഇതേ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരമായ ഒരു കാരണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. TGയുടെ അറസ്റ്റിനെ ന്യായീകരിക്കാനുള്ള യാതൊരു കാരണവും പോലീസിൻ്റെ പക്ഷത്തുണ്ടായിരുന്നില്ല. TGയെ അറസ്റ്റ് ചെയ്യാതെ തന്നെ ഈ കേസിൽ വേണ്ടത്ര അന്വേഷണം നടത്താൻ പോലീസിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി TG മോഹൻദാസിന് അറസ്റ്റിന് ഭയമായിരുന്നു എങ്കിൽ സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുടുംബവും ഫ്രണ്ട്സും സമൂഹവും വെൽവിഷേഴ്സും ഒക്കെ പറയും, നിങ്ങൾ പോയിട്ട് മുൻകൂർ ജാമ്യം എടുക്കുമെന്ന്, അങ്ങനെ പ്രഷറൈസ് ചെയ്യും. പക്ഷേ ഈ പ്രഷറൈസ് ഇവിടെയും നടന്നു കാണും. പക്ഷേ TG മോഹൻദാസ് അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. ഇനി അഥവാ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് വേണമായിരുന്നുവെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്വമേധയാ ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കാമായിരുന്നു. ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് നിങ്ങളെ വന്ന് നേരിൽ കാണുന്നതാണ്
എന്നെ അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല എന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ പോലീസിന് പിന്നെ ഈ നോട്ടീസില്ലാതെ അവിടെ വരാനും സാധിക്കുമായിരുന്നില്ല. എന്നാൽ ബുദ്ധിമാനായ ടി ജി അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷനും അയച്ചില്ല. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ടി ജി മോഹൻദാസ് വീട്ടിലിരുന്നു. ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ പോലീസിന് ഈ നിയമമൊന്നും ബാധകമല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. അവരെന്ന് പറയുന്നത് പ്രഖ്യാപിത കുറ്റവാളികൾ, പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടിയവർ, അതുപോലെ അന്താരാഷ്ട്ര കുറ്റവാളികൾ, പോലീസിൻ്റെ കർത്തവ്യത്തെ തടയുന്നവർ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ, മോഷണ വസ്തുക്കൾ കൈവശം വയ്ക്കുന്നവർ, ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം വീണ്ടും കുറ്റം ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടി ജെ മോഹൻദാസ് ഈ വിഭാഗത്തിൽ ഒന്നും തന്നെ പെടുന്ന ആളല്ല. പിന്നെ ടി ജെ മോഹൻദാസിൻ്റെ കയ്യിൽ മറ്റൊരു ന്യൂക്ലിയർ ബോംബുണ്ട്. അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് ഫോർ വലനറബിൾ പീപ്പിൾ. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പരിരക്ഷയാണ് ഞാൻ മേൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനേ സാധിക്കുമായിരുന്നില്ല. നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് വരുത്തണമായിരുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധി രാക്ഷസന്മാരായ കേരള പോലീസിന് അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല. ടി ജി മോഹൻദാസിൻ്റെ കെണിയിൽ ചെന്ന് കയറി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ 7 വർഷത്തിൽ കുറവ് ശിക്ഷാ കാലാവധി ഉള്ള കേസുകളിൽ ചാർജ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക്, അതും അയാൾക്ക് 60 അല്ല 72 വയസ്സാണ് പ്രായം. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ടി ജി മോഹൻദാസിനെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് 100% നിയമവിരുദ്ധം ആയിരുന്നു. ഞാനിപ്പോൾ കരുതുന്നത് ഈ ടി ജി അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അപകടത്തിലാണ് എന്നാണ്. അതായത് ടി ജി നിസ്സാരക്കാരനല്ല, അദ്ദേഹത്തിന് കേസ് നടത്താൻ അറിയാം. അദ്ദേഹത്തിന് ഈ പോലീസ് ചെയ്ത തെണ്ടിത്തരം അദ്ദേഹത്തിന് കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ താമസം വിന അദ്ദേഹം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതിയെ വരെ സമീപിച്ചു എന്നും വരാം. അപ്പോഴായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്ന് കാലും കൈയും ഇട്ട് അടിക്കാൻ പോകുന്നത്. അതാണ് ഈ ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ ഇപ്പോൾ കിടന്ന് ഓടുന്നുണ്ടല്ലോ, അതുപോലെ ഒരു അവസ്ഥയായിരിക്കും ഈ പോലീസുകാരുടേത് എന്നാണ് എൻ്റെ നിഗമനം. ഇതിൻ്റെയൊക്കെ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ കോടതിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോൾ കണ്ടത്. കോടതി ചോദിച്ചു, നോട്ടീസ് കൊടുത്തിരുന്നോ? പ്രോസിക്യൂഷൻ പറഞ്ഞു ഇല്ല. എന്താ നോട്ടീസ് കൊടുക്കാത്തത്? അത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രതി തെളിവുകളിൽ മറ്റും കൃത്രിമം കാണിക്കും. നാം ആലോചിക്കേണ്ടത്, ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തതിന് ശേഷം ഏകദേശം 10-14 ദിവസം അദ്ദേഹത്തിന് ഇതേ പോലീസ് സമയം അനുവദിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് ഇതിൽ കൃത്രിമം നടത്താൻ കഴിയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. പിന്നെ ഇവർക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ടി ജി മോഹൻദാസ് ഒളിച്ചോടുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുമെന്നോ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. നാം ഇവിടെ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ടി ജി ചെയ്തു എന്ന് പറയുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ട്. ഈ പ്രോസിക്യൂഷൻ കോടതിയോട് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ല. കോടതി അങ്ങനെ ഒരു കാര്യം അനുവദിച്ചതുമില്ല. ഇപ്പോഴും അതേ വീഡിയോകൾ യൂട്യൂബിൽ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനർത്ഥം കോടതി തന്നെ പറയുന്നു ഇതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ. അടുത്തതായിട്ട് ടി ജി മോഹൻദാസിന് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുമായി വീണ്ടും മുന്നോട്ട് പോകാവുന്നതും ആണ്. അപ്പോൾ ഈ കേസ് അത്രയ്ക്കേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്നു. ടി ജി മോഹൻദാസിനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റതാണ് മറിച്ചതാണ്. എന്തായാലും എം മണിയേക്കാളും ഒന്നും മോശക്കാരനല്ലല്ലോ ടി ജി മോഹൻദാസ്. അപ്പോൾ ഇന്നലെ കുറച്ച് ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഗസ്റ്റ് 11 മുതൽ 3 തുടർച്ചയായ ദിവസങ്ങളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അതിനുശേഷം എല്ലാ ഒന്നിടവിട്ടുള്ള തിങ്കളാഴ്ചയും ടി ജി മോഹൻദാസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടതാണ് ഫോർ 3 months. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ. അടുത്തത്, കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അപ്പിയർ വെൻ എവർ സമ്മൺഡ്.
അന്വേഷണവുമായി സഹകരിക്കുക, എപ്പോഴൊക്കെ വിളിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക. അത് വേണമെങ്കിൽ TGയെ പീഡിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കാം. അടുത്തതായിട്ട് ഡു നോട്ട് ഇൻഫ്ലുവൻസ്, ത്രെട്ടൺ ഓർ ഇൻറ്റിമിഡേറ്റ് വിറ്റ്നസ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞു ആരൊക്കെയാണ് വിറ്റ്നസ് എന്നും എന്താണെന്ന് തെളിവെന്നും. ഡു നോട്ട് ടാമ്പർ വിത്ത് ദ എവിഡൻസ്. തെളിവുമായിട്ട് അതിൽ കൃത്രിമം നടത്താൻ പാടില്ല. ഡു നോട്ട് റിപ്പീറ്റ് ദ അലേജ് ഒഫൻസ് റിമാർക്സ്. ഈ ചെയ്തതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തുടർന്ന് നടത്താൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബെയിൽ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ ആരാണ് ജയിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കവാലത്തിൽ കൊടുത്ത ഒരു അഴിയാണ് ഇത്. മാന്യമായിട്ട് ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് നിയമം പറയുന്നത് പോലെ, നിയമപാലകരാണല്ലോ പോലീസ്, അതുപോലെ കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ ഇത്രയും നാണം കെട്ട ഒരു അവസ്ഥയിൽ കേരള പോലീസും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ചെന്ന് എത്തുമായിരുന്നില്ല. നമുക്ക് കരുതിയത് പുതിയ സർക്കാർ വരുമ്പോൾ നമ്മൾ ഗതികെട്ട അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 10 വർഷം കള്ള കേസുകളുടെ ഒരു പ്രവാഹമായിരുന്നു. പിണറായി വിജയൻ്റെ കീഴിൽ എല്ലാവരും പേടിച്ച് ഭയന്ന് വിറച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ അതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഓരോ വ്യക്തിയുടെയും ഒരു അവകാശമാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്തും മറ്റും നിയമപരമായിരിക്കണം ആ അറസ്റ്റ് എന്നുള്ളത്. ചരിത്രത്തിൽ അതിന് വിരുദ്ധമായ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. റൈറ്റ് ഫ്രം രാജൻ കേസ് മുതൽ ഉരുട്ടി കൊലപാതകങ്ങൾ പലതും നടക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു വിരാമം ഉണ്ടാകണം. മനുഷ്യന് ഇവിടെ പേടിയോ ഭയമോ കൂടാതെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പോലീസ് നിയമപരമായിട്ടാണ് ഇവിടുത്തെ പൗരന്മാരോട് പെരുമാറുന്നത് എന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ സർക്കാരിൽ വിശ്വാസം ഉണ്ടാകും. അപ്പോൾ TG മോഹൻദാസ് കേസ് ഏകദേശം അവസാനിച്ചു. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ഇനി ഈ കേസിനെ കുറിച്ചിട്ട് കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു TG മോഹൻദാസിൻ്റെ വിജയം തന്നെയാണ്, ഈ കേരള സർക്കാരിൻ്റെ പരാജയം തന്നെ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ TG മോഹൻദാസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുടെ സ്വഭാവവും ഹിസ്റ്ററിയും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാർ ഏതോ അദൃശ്യ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് TG മോഹൻദാസിൻ്റെ ഈ അറസ്റ്റ് നമ്മെ കാണിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി അതിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.